ശ്രീമതി മിനി, ഇതിപ്പോ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി എന്നുള്ള നിലയ്ക്കാണ് സംസ്ഥാനം ഇത് പറയുന്നത്. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന മുഴുവനും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനിയും ഇത് വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്ന് കേന്ദ്രവും പറയുന്നു. ഈ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും ഇതിലൊരു ചർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അത് ആർക്ക് എത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് തന്നെയാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് തരേണ്ടത്. ഞങ്ങളിവിടെ സമരത്തിലിരുന്നപ്പോൾ തന്നെയാണ് ഖജനാവിനകത്തുള്ള പണം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാതെ തന്നെ കൊടുക്കുന്നതൊക്കെ കണ്ടത്. അപ്പോൾ പണമില്ല എന്നുള്ള പല്ലവിയൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പണമുണ്ട്, പക്ഷേ അത് ആർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ആശാവർക്കർമാർ 40 ദിവസമായി സമരം ചെയ്യുമ്പോഴും ആ വിഷയത്തിൽ ഒന്ന് പരിഗണിക്കാൻ തയ്യാറാകാതിരിക്കുന്നത്. ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമേ ഉള്ളൂ. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആശാവർക്കർമാരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കുറയ്ക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ സമരത്തോടൊപ്പമാണ്. നിങ്ങൾ അതിനെന്ത് തരം കളർ കൊണ്ടുവരാൻ ശ്രമിച്ചാലും, സമരക്കാരുടെ ജാതകം നിങ്ങൾ എത്ര അന്വേഷിക്കാൻ ശ്രമിച്ചാലും, സമരം ചെയ്യുന്ന ആളുകളുടെ വീടുകൾ ചെന്ന് ഫോട്ടോ എടുക്കാനും വീടുകൾ ചെന്ന് വിരട്ടാനും ഒക്കെ എത്ര നിങ്ങൾ പരിശ്രമിച്ചാലും തകർക്കാൻ പറ്റുന്നതല്ല ആശാവർക്കർമാരുടെ ദുരിതങ്ങൾ. ഈ ദുരിതങ്ങളാണ് ആശാവർക്കർമാരെ ഒന്നിച്ചു നിർത്തുന്നത്, അവരെ സംഘടിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരെ സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഈ 40 ദിവസത്തെ സഹന സമരം നടത്താൻ ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന കരുത്ത് എന്ന് പറയുന്നത് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളും ദുരിതങ്ങളും തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് മറയ്ക്കാൻ പറ്റില്ല. അത് മറയ്ക്കണമെങ്കിൽ, അത് മായ്ക്കണമെങ്കിൽ വെയിൽ കൊണ്ടും മഴ കൊണ്ടും മാന്യമായ ശമ്പളത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്.